എടാ ലോഡ് ഇറക്കുന്നത് നിർത്താനാ പറഞ്ഞത്. എടാ ഇതൊക്കെ ഞങ്ങളുടെ പണിയാണ്, നിനക്കൊക്കെ അറിഞ്ഞുകൂടെ? അല്ല, ഇത്രയും കാലമായിട്ട് ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ഇന്ന് പുതിയ റൂൾസ് ഒക്കെ പറയുന്നത്? ഒന്നും പറയണ്ട, ഇറക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ പറ്റില്ല. ശരി, അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ ഇറക്കിക്കോ. ഈ പ്രാവശ്യം ഒന്ന് വിട്ടേക്ക്. ഇറക്കുന്നെങ്കിൽ നീയൊക്കെ ഇറക്കിക്കോ, പക്ഷെ കൂലി ഞങ്ങൾക്ക് തരണം. ഇല്ലെങ്കിൽ ഒന്നും ഇവിടുന്ന് തിരിച്ചു പോകത്തില്ല. എന്താ പറഞ്ഞേ? അതേടാ, കാരണം അടിച്ചു പൊട്ടിക്കൂടാ. എന്നാ പൊട്ടിക്കട കാണട്ടെ. കാരണത്തല്ലടാ, നിന്റെ നെഞ്ചിന്റെ എവിടെ നിന്റെ ഭർത്താവ്? നിന്റെ ഭർത്താവ് പോന്നവനും വരുന്നവനൊക്കെ പിടിച്ച് തല്ലുവാണല്ലോ. അത് കണ്ട് പോലീസ് കൈകെട്ടി നിൽക്കുന്നു വിചാരിച്ചോ? ദാ ഇങ്ങോട്ട് നോക്ക്. ഇനി പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും അടിച്ചെന്നോ ഇടിച്ചെന്നോ വന്ന് കംപ്ലൈന്റ് വന്നാലുണ്ടല്ലോ, കൊന്നു കളഞ്ഞ് പോയി കളയും ഞങ്ങള്. എടോ, നിന്റെ മരുമകനോട് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ നിന്റെ മകള് താലി അയച്ചു വെക്കേണ്ടി വരും. എന്ത് പണ്ടാരടങ്ങാനാണോ? നീ വന്നാലെങ്കിലും അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്ന കരുതി. പിന്നെ അടിയും വെട്ടും കുത്തുമായിട്ട് നടക്കുക അവൻ. ഇനി ആര് പറഞ്ഞാലും അവൻ കേൾക്കുക. നീയല്ലേ മോളെ ചോദിക്കേണ്ടത്? അതിന് അവകാശമുണ്ടല്ലോ. അവൻ വരുന്നുണ്ട്. എന്താ ശബ്ദം റോഡ് വരെ കേൾക്കാലോ? അതേടാ, നിന്റെ ശബ്ദം അങ്ങ് സ്റ്റേഷൻ വരെ കേക്കാം. നിങ്ങളുടെ വാ എപ്പോഴാ നിന്റെ അടങ്ങിയിരിക്കുന്നത്? കൈ എന്ന് കെട്ടി വെക്കൂ, അന്ന് എന്റെ സംസാരം നിർത്തൂ. നിങ്ങളോട് മനുഷ്യന്മാർ സംസാരിക്കൂ. എന്റെ വായിരിക്കുന്ന കേൾക്കരുത്, മിണ്ടാതിരി. ചോദിക്കാൻ പറഞ്ഞില്ലേ? ചോദിക്കും മോളെ. ചന്തയിൽ എന്താ പ്രശ്നം? കേട്ടോ പാർവതി, ചന്തയിലും കവലയിലും ഒക്കെ ആയിട്ട് എനിക്ക് പ്രശ്നങ്ങൾ 1000-ലധികം കാണും. അതൊന്നും നീ വീട്ടിൽ ചോദിക്കാൻ പാടില്ല. അങ്ങനെ വെളിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വീടിനകത്ത് ചോദിച്ചാൽ പിന്നെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ വെളിയിലെറിയും. അത് നിനക്കും നല്ലതല്ല, എനിക്കും നല്ലതല്ല. നിനക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കേ. എൻ്റെ ജീവൻ പോയാലും ഞാൻ വാങ്ങിച്ചു തരില്ലേ. അതല്ലാതെ എനിക്കിഷ്ടപ്പെടാത്ത വിഷയങ്ങൾ നീയല്ല വേറെ ആര് ചോദിച്ചാലും ഉള്ള അന്തസ്സും പോകും, പിന്നെ അഭിമാനവും പോകും. ഇവനെ എങ്ങനെയൊന്ന് നേരെയാക്കുക? എടാ കൊമ്പ, ലേലത്തിന് സമയമായില്ലേ? ദാ ഞാൻ വരിക. എടാ, കഴിച്ചിട്ട് പോമോനെ. എന്തോ എന്റെ കെട്ടിയോള് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടപ്പോ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എടാ കൊമ്പ, ഭാസ്കറിന്റെ മോൻ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ജയിച്ചാൽ ഈ നാട് കുട്ടിച്ചോറായി പോവില്ലേ? അങ്ങനെ ഒരു സാധനം കിട്ടാൻ വേണ്ടി അവൻ സന്തോഷിച്ചിരിക്കുക. സന്തോഷിക്കട്ടെ, പൊക്കണോ അവനെ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കണ്ടില്ലേ? സഭയിലെ ആൾക്കാർക്ക് നമസ്കാരം. ക്ഷമിക്കണം മരുമനെ, ഒരു പ്രധാനപ്പെട്ട ജോലി, അതാ ഇച്ചിരി താമസിച്ചേ. മുഖ്യമന്ത്രിയുടെ ജോലിയൊന്നും അല്ലല്ലോ ഇയാൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇരിക്കെ. പറയൂ അച്ഛാ. എടാ, ലേലം തുടങ്ങിയോ? തുടങ്ങാൻ പോവാണ്. അതെ, ഫോൺ ഓഫ് ചെയ്തേ. മോഹൻ ചേട്ടാ, എന്നാ തുടങ്ങിക്കോ. എനിക്ക് പറയാനുള്ളത്, സർക്കാരിന്റെ നേതൃത്വത്തിൽ ലേലം നടത്തുന്നത് കൊണ്ട് നമ്മൾ തമ്മിൽ പകയായി കുത്തും വെട്ടും വേണ്ട എന്നുള്ള ഒരേ ഒരു കാരണത്താൽ മാത്രമാണ് തെറ്റാണെന്നറിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഈ പഞ്ചായത്തിന്റെ അധികാരിയാകാനുള്ള ലേലത്തിൽ സർക്കാരിന് കരമടയ്ക്കുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം. ലേലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെടുക്കുന്നതായിരിക്കും തീരുമാനം. ഇതിൽ സമ്മതമുള്ളവർക്ക് ലേലത്തിൽ പങ്കെടുക്കാം. എന്നാൽ ലേലം വിളി നമുക്ക് തുടങ്ങാം. 1, 2, 5. എടാ, നീ എന്താണ് ഇവിടെ വന്ന് ലേലം വിളിക്കുന്നത്? ഇവിടെ ഉള്ളവര് ലേലം വിളിച്ചതിന് ശേഷം നീയൊക്കെ വിളിച്ചാൽ മതി. എടാ അരവിന്ദ, എനിക്ക് പകരം എന്റെ അളിയൻ വിളിക്കുന്നു. ഭാസ്കരോ, നിന്റെ കളിയൊക്കെ നിന്റെ വീട്ടിൽ വെച്ചേരെ. അതിരങ്കാവിലെ ഈ ഏമ്മമാരൊക്കെ വേറെ കരക്കാരാ. വായിലെന്താ കോഴിക്കട്ടയിട്ടേക്കാണോ? നീ ആരാടാ ചോദിക്കാൻ? നിന്റെ വിരട്ടൊക്കെ നിന്റെ കരയെ വെച്ചേക്ക്, ഇവിടെ ചെലവാക്കണ്ട. എന്നാ വിളിച്ചോ. 5, 7, 10, 11, 12, 15, 18, 20,
22. 24. എന്നാ 25. 30. അത് 30. ഭാസ്കരൻ ചേട്ടാ, ഇതുവരെ വിളിച്ച ലേലമൊക്കെ മതി. രണ്ടുപേരും ഇങ്ങനെ വിട്ടുകൊടുക്കാതെ വിളിച്ചോണ്ടിരുന്നാ അത് വലിയൊരു തുകയാകും. അത് ഈ കരയ്ക്ക് ശരിയാവില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ തരാൻ കാശുണ്ടെങ്കിലും അത് വാങ്ങി വെക്കാൻ ഈ കരയിൽ പെട്ടിയുമില്ല. അതുകൊണ്ടേ നിങ്ങൾ അവസാനം വിളിച്ചു നിർത്തിയ തുക 25 ഈ കരയ്ക്ക് മതിയാകും. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതി ഭഗവാന്റെ മുമ്പിലിടും. ആർക്കാണോ ആ കുറി വീഴുന്നത് അവരായിരിക്കും ഈ വർഷത്തെ കാശടക്കേണ്ടത്. എന്താ, രണ്ടുപേർക്കും സമ്മതമാണല്ലോ? കൊമ്പ, അവനോടൊക്കെ എന്തിനാ ചോദിക്കുന്നേ? നീ എടുത്ത തീരുമാനം നാട്ടുകാരുടെ തീരുമാനമാണ്. എഴുതി കുറിയിട്. അമ്മാവോ, പേരെഴുത്. ദാ ഇപ്പൊ എഴുതാം. ഓ, ഇത് നീളമുള്ള പേരാ. നീലകണ്ഠൻ. ആ, ഭാസ്കരൻ. മരുമനെ കുറിയിട്ട് കഴിഞ്ഞു. അമ്മാവൻ എടുത്തേക്കട്ടെ. മിണ്ടാതിരിക്കെ. ഭാസ്കരൻ ചേട്ടാ, നിങ്ങൾക്ക് ഞങ്ങളെ എപ്പോഴും സംശയമല്ലേ? സ്വന്തം കൈകൊണ്ട് എടുത്തോ. ആർക്കാ വീണെന്ന് നോക്ക്. എന്താ ചേട്ടാ? അല്ല, കുറി വീണത് ആർക്കാണ്? നീലകണ്ഠൻ. ഒന്ന് നിർത്ത്. ഇനി ഒരു മാസത്തിൽ നടക്കാൻ പോകുന്ന മത്സരത്തില് അതിരങ്കാവിലെ നേതാവ് നീലകണ്ഠൻ തന്നെയായിരിക്കും. എല്ലാവർക്കും ഒരു നന്ദി പറ. നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ജയ് ജയ്. ഇദ്ദേഹം തരുന്ന 25 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപ കൊണ്ട് ഈ കരയിൽ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കും. മിച്ചമുള്ള 5 ലക്ഷം രൂപ കേസിന് ചെലവാക്കുന്നു. സന്തോഷമായില്ലേ ചേട്ടാ? കാശ് കൊടുക്ക്. ആയിക്കോട്ടെ. എടാ, ആ പെട്ടി എടുത്തോളൂ. വാ. കൊമ്പനോ? അതാരാടാ? അന്ന് കോടതിയിൽ ജഡ്ജിനെ വഴിതടഞ്ഞില്ല അമ്മാവാ, അവൻ തന്നെ. അവനും നീയും തമ്മിൽ എന്താടാ പ്രശ്നം? നമ്മളൊക്കെ തെറ്റായ ജോലി അത്ര ചെയ്യുന്നത്. അതവന് ഇഷ്ടമല്ല അത്ര. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്ത്. ലേലം നടന്നല്ലോ അല്ലേ? ലേലം എങ്ങനെയാ വിളിച്ചത്? 25 ലക്ഷത്തിന് മേലെ പോയപ്പോ ലേലം നിർത്തിയിട്ട് ഇനി ഇതിന്റെ മേലെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതല്ല, ഞങ്ങൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് ലേലം വിളി അങ്ങ് നിർത്തുകയായിരുന്നു. നിങ്ങൾ എന്തിനാടാ സമ്മതിച്ചത്? നാടിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് അളിയന്റെ പേര് എഴുതാതെ അളിയന്റെ കൈ കൊണ്ടന്നെ അടുപ്പിച്ച് നാണം കെടുത്തി. ഇത് മാത്രമൊന്നുമല്ല അവൻ ഞങ്ങളോട് ചെയ്തത്. അന്ന് എന്നെ അനിയനെ അവൻ അടിച്ചായിരുന്നു, അറിയാവോ? അളിയൻ പറഞ്ഞിട്ട് അച്ഛനോട് പറയാഞ്ഞത്. മുറുക്കാൻ എടുക്കടാ. വണ്ടി എടുക്കടാ. എടാ, അവനുണ്ടോ നോക്ക. കൊമ്പ, എടാ കൊമ്പ, കൊമ്പൻ എവിടാടോ? ഇവിടെ ഇല്ല. ചന്തയിലെ വല്ലതും പോയി കാണുമായിരിക്കും. നിങ്ങളാരാ? എന്തോ? തന്റെ മരുമോന്റെ കാലനാ ഞാൻ. അച്ഛാ, അവൻ കവലയിലുണ്ട്. വണ്ടി അങ്ങോട്ട്. ഞാൻ വെട്ടി, ഇവൻ പുറത്ത്. ഇതാരാ? പതിവില്ലാതെ നമ്മുടെ നാട്ടിലേക്ക് ഒരു സന്ദർശനം. എവിടാ കൊമ്പൻ? അവനെ എന്തിനാ നീ അന്വേഷിക്കുന്നേ? എന്താ? മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി വന്നതാടാ. മാലയിടാനല്ലേ? മാലയിടാൻ അങ്ങോട്ട് വരാന്നേ. കാരണമേ, നിങ്ങളെ പോലുള്ളവരെ നിങ്ങളുടെ നാട്ടിൽ വന്ന് നേരിട്ട് കാണുന്നതാണ് കൊമ്പന്റെ രീതി. ആണോ? വരൂ അവൻ. കട്ടായം അവൻ വരും. കൊമ്പൻ എടാ പിള്ളേരെ, കത്തി താഴെ ഇറക്കടാ. ഇങ്ങോട്ട് നോക്ക്. ഈ കത്തി കാണിക്കുന്നത്, ഒച്ചത്തി സംസാരിക്കുന്നത്, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അല്ല, എന്നെ തിരക്കുന്നതിനാ കരയിലേക്ക് വന്നത്? മാലയിടാനാ? അരയങ്കാവിലെ തെരഞ്ഞെടുപ്പിൽ എന്റെ മരുമോനെ ജയിപ്പിച്ച മാലയിട്ടല്ല, വിളക്ക് കൊളുത്തി ഞാൻ സ്വീകരിക്കും. ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ ഇത് വളരെ നന്നായി പോയല്ലോ. ഞാൻ അടിച്ചാലും കേക്കില്ല, നിങ്ങൾ നിലവിളിച്ചാലും കേക്കില്ല. എന്താണ് പറഞ്ഞത്? നീ എന്തിനാണ് സംസാരിക്കുന്നത്? ഏയ്! അടി! മേലാൽ തലയിരിക്കുമ്പം വാലാടാൻ പാടില്ല. ആടിയാലുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്ക്. നിന്നെ പോലെ നിന്റെ മരുമകനെ പോലുള്ളവർ എനിക്ക് കാണാനും ഇഷ്ടമല്ല, സംസാരിക്കാനും ഇഷ്ടമല്ല. അതിന് കാരണം നീ ചെയ്യുന്ന തൊഴിലും നിന്റെ പെരുമാറ്റവും. നിന്റെ വിളച്ചിൽ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കേ. എന്നോടും കാണിക്കരുത്, എന്റെ നാടിനോടും കാണിക്കരുത്. കാണിച്ചാലുണ്ടല്ലോ, ഇവനെ അടിച്ച് എനിക്ക് നിന്നെ അടിക്കാൻ ഒരുപാട് സമയം വേണ്ട. നിന്നെ അടിച്ച് എനിക്ക് അഭിമാനം വരില്ല, നിനക്കായിരിക്കും അഭിമാനം പോകുന്നേ. ഇനി എന്റെ നാട്ടിലേക്ക് എങ്ങാനും വന്നാ